കേരളം കൃഷിയെയും കർഷകരെയും മറന്നോ എന്ന ഫാർമർ ഫസ്റ്റിൻ്റെ അന്വേഷണം എത്തിയിരിക്കുന്നത് തൃശ്ശൂർ നഗരത്തിലാണ്. ഇപ്പോൾ നമ്മളുള്ളത് തൃശ്ശൂർ ശക്തൻ സ്റ്റാറിലാണ്. ഇന്നത്തെ നമ്മുടെ ചോദ്യം, നിങ്ങളെ കേരളത്തിൻ്റെ കൃഷി മന്ത്രിയാക്കുകയാണെങ്കിൽ നിങ്ങളെടുക്കുന്ന 2 തീരുമാനം എന്തായിരിക്കും എന്നുള്ളതാണ്. വിഷമില്ലാത്ത പച്ചക്കറി കൃഷിക്കാർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കും. അതിൽ പ്രത്യേകം പറയുന്നത് രാസവസ്തുക്കളില്ലാത്ത വിഷലായിട്ടുള്ള പച്ചക്കറികൾ എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ളതായിരിക്കും മെയിനായിട്ടുള്ള ഒരു നല്ല രാസവളങ്ങളായാലും ദേഹത്തിന് ഗുണം ചെയ്യുന്നതായിട്ടുള്ള രാസവളമായാലും ഗുണം ചെയ്യണം. അതുപോലുള്ള കൃഷി സമ്പ്രദായം നടപ്പിലാക്കുന്നത്. രാസവളം ശരീരത്തിന് ഗുണം ചെയ്യുന്ന രാസവളം ഉണ്ടോ? അതാ ചോദിക്കുന്നത് പുതിയ കണ്ടുപിടുത്ത രാസവളം ഗുണമില്ല, എന്നാൽ ഗുണമുള്ള രാസവളം കിട്ടിയാൽ അതാണ് വേണ്ടത്. അതാണ് കൂടുതലായിട്ട് കൃഷി ഉൽപ്പാദിപ്പിക്കുക. വിശപ്പ് അടക്കാൻ എന്താ മാർഗം? ആ മാർഗത്തിന് ഉൽപാദനം കൂട്ടുക. സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ആ പച്ചക്കറികൾ ഉപയോഗിക്കാൻ എല്ലാവരെയും പ്രേരണ ചെയ്യും. വിഷരഹിതമായ പച്ചക്കറി ഭക്ഷിക്കാനുള്ള പ്രേരണ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഇവിടെ വെറുതെ എടുക്കുന്ന പാടങ്ങൾ മുഴുവനും വാഴ ഇടാനും കൃഷി ചെയ്യാനായിട്ട് സമ്മതിക്കും. എന്ത് നടാം ഇഷ്ടമുള്ള കർഷകർ. അത് കർഷകർക്ക് ഫുള്ള് ഫ്രീഡം കൊടുക്കണം. എല്ലാ സബ്സിഡി അവർക്ക് കിട്ടണം. എന്നാലാണ് പിന്നെ ന്യൂജനായിട്ട് അമേരിക്ക, ജപ്പാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലെ കൃഷി രീതികൾ ഇവിടുത്തെ സാധാരണ കർഷകർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് സർക്കാർ കാണിക്കണം. കൃഷി മന്ത്രിയാക്കാൻ അപ്പം ഞാൻ ആദ്യം തന്നെ എടുക്കുന്ന ഒരു തീരുമാനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജലസേചനം ഉറപ്പാക്കും. പിന്നെ നല്ല വിത്തുകൾ കിട്ടാനില്ല വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിഭവൻ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു കാര്യമില്ല, അവരൊരു കാര്യമില്ല. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇങ്ങനെ വർത്തമാനം പറയുന്നത് മാത്രമേ ഉള്ളൂ. നല്ല വിത്തുകളും ഇല്ല. അതിൻ്റെ ലഭ്യത ഞാൻ ഉറപ്പാക്കും. വന്യജീവികളുടെ പ്രശ്നം, വന്യജീവികളിൽ ഞങ്ങളുടെ വീട്ടിലുണ്ട് കൃഷി. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ മലയോര മേഖലയാകുമ്പോൾ അവിടെ പന്നി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് വരും. അപ്പോൾ ഈ ചെയ്ത പണിയൊക്കെ വേസ്റ്റ് ആവും അത് വന്നു കഴിഞ്ഞാൽ. ഇപ്പൊ ഉൽപ്പാദിപ്പിച്ചെടുത്ത സാധനങ്ങൾക്ക് കുറച്ചും കൂടി മൂല്യമുള്ള രീതിയിൽ എന്തെങ്കിലും പ്രൈസ് കിട്ടാനുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കും. കൃഷിയുടെ കുറച്ച് കടങ്ങളുണ്ട്, അത് എഴുതി തള്ളു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പാടമൊക്കെ ഇപ്പോഴും പുഞ്ചയും കാര്യങ്ങളായിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചായിട്ട് പിള്ളേർ വീണ്ടും ഇതിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളവിടെ ബാക്കിൽ പാടസൈഡ് ഇതൊക്കെ നിറച്ച് പാടപ്പോഴും വെറുതെ കിടക്കുക. അവിടൊക്കെ ശരിക്കും ഇങ്ങനെ കൃഷി ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല മാറ്റം വരും. തൊഴിലുറപ്പിൽ പണിയുണ്ടല്ലോ, അതൊന്നും കൃഷിക്കാർക്ക് വേണ്ട രീതിയിൽ നടത്തുന്നില്ല. പിന്നെ കൃഷിക്കാർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തു കുറെ ലോൺ എടുത്ത കുറെ പാവപ്പെട്ട കർഷകരില്ലേ, അതൊക്കെ തീരുമാനമാക്കും. മീൻസ് അവരെ കൊണ്ട് നടപ്പിക്കാനല്ല. ഇപ്പൊ വിജയമല്യ അങ്ങനത്തെ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ കടം പിടിച്ച് ഒഴി പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെ കർഷകർക്ക് വരാൻ നോക്കും. ഫസ്റ്റത്തെ കാര്യം അല്ല, അത് മേടിച്ച് പോകണ്ടല്ലോ. അങ്ങനെ തുടങ്ങും. യങ്സ്റ്റേഴ്സിന് ഇതിലേക്ക് വരാനുള്ള എന്തെങ്കിലും പുതിയ പദ്ധതികൾ അവരോട് തന്നെ ചോദിക്കും. മീൻസ് നമുക്കറിയില്ല, അവരോട് തന്നെ ചോദിക്കും. യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് തന്നെ തേടും. ചോദ്യം വളരെ അപ്രതീക്ഷിതമാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു. എന്നിരുന്നാലും ഉത്തരങ്ങൾ വളരെ വൈവിധ്യമുള്ളതായിരുന്നതാണ്. കേരളം ഒരു ജൈവ നയത്തിലേക്ക് പോകണമെന്നും രാസകൃഷിയിൽ നിന്ന് ജൈവ കൃഷിയിലേക്ക് മാറണമെന്നും അഭിപ്രായങ്ങൾ വന്നു. അതുപോലെ തന്നെ കേരളം ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് മാറണമെന്നും അഭിപ്രായങ്ങൾ വന്നു. എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഈ അന്വേഷണം നമ്മൾ വീണ്ടും തുടരും.